ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം, കോക്രോച്ച് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭമായിരുന്നു കുറേ നാളുകൾ നമ്മുടെ മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയത്. ആ പാർട്ടിക്ക് അല്ലെങ്കിൽ ആ മൂവ്മെൻറ്റിന് ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതാണ് പലരും ചർച്ച ചെയ്യുന്നത്. കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്ത് ദേശീയ തലത്തിലാണെങ്കിലും രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ വളരെ ഗൗരവമായ രീതിയിൽ അവർ ചർച്ച ചെയ്യുന്നത് ഈ കോക്രോച്ച് പാർട്ടി നിലനിൽക്കുമോ, അതൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറുമോ, അതോ അതിനകത്തുള്ള ആളുകളൊക്കെ തന്നെ മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോകുമോ, അല്ലെങ്കിൽ രാജ്യത്ത് എല്ലാ സ്ഥലത്തും ഈ തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ അവർക്ക് നടത്താൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങളാണ് പലരും ഉന്നയിക്കുന്നത്. കോക്രോച്ച് പാർട്ടിയുടെ നേതാക്കളോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ പോകുന്നുണ്ടോ, അതോ ഡൽഹിയിൽ മുമ്പ് അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ നടന്ന അഴിമതി വിരുദ്ധ പ്രക്ഷോഭത്തിന് ശേഷം ആം ആദ്മി പാർട്ടി രൂപീകരിച്ചതുപോലെ ആ പാർട്ടി രൂപീകരിക്കുകയും അതിൻ്റെ നേതാക്കളൊക്കെ തന്നെ മന്ത്രിമാരാവുകയും അവർ പിന്നീട് അഴിമതി നടത്തുകയൊക്കെ ചെയ്തൊരു ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷെ അവരും ഒരു രാഷ്ട്രീയ പാർട്ടിയായി അവരും കുറേ കാലം നിലനിൽക്കും. അതേപോലെ കോക്രോച്ച് പാർട്ടിയും ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് നിലനിൽക്കുമോ എന്ന ചോദ്യമാണ് പലരും ചോദിക്കുന്നത്. ഇതിനിടയിൽ തന്നെ കോക്രോച്ച് പാർട്ടിയുടെ നേതാക്കളൊക്കെ തന്നെ, അതായത് പലരും ഇപ്പോൾ വലിയ ജനശ്രദ്ധ പിടിച്ച് പറ്റിക്കഴിഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ തന്നെ ഒരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ അധികാരത്തിൻ്റെ മേഖലയിലേക്ക് കടന്നു കയറാൻ പലർക്കും മോഹങ്ങളുണ്ടാകും. കാരണം എന്നും സമരം ചെയ്ത് ജീവിക്കാനല്ല ആളുകൾ ആഗ്രഹിക്കുന്നത്. പലരും ആ സമരം ചെയ്ത ആളുകളൊക്കെ തന്നെ അതിൻ്റെ ഒരു ഫലം അനുഭവിക്കാൻ പലരും ശ്രമിക്കാറുണ്ട്. അങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാളൊക്കെ തന്നെ നമ്മുടെ അണ്ണാ ഹസാരയുടെ ശിഷ്യനായി വന്ന് ഡൽഹിയിലെ സമരത്തിനൊക്കെ മുമ്പിൽ നിന്ന് അരവിന്ദ് കെജ്രിവാൾ അണ്ണാ ഹസാരെ നിഷേധിച്ചിട്ട് പോലും അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. അങ്ങനെ വലിയ മോഹങ്ങളൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടി പഞ്ചാബിലുണ്ടായിരുന്നു, ഗുജറാത്തിലുണ്ടായിരുന്നു. അതൊരു ദേശീയ പാർട്ടിയാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ മറ്റ് പാർട്ടികളെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയും മാറുകയായിരുന്നു. കാരണം അദ്ദേഹം അഴിമതിക്കെതിരായിട്ടാണ് സംസാരിച്ചത്, അഴിമതി ഇല്ലാതാക്കുമെന്നാണ് സംസാരിച്ചത്. അദ്ദേഹം ഓരോ പാർട്ടിക്കാരെയും നേരിട്ട് പറഞ്ഞ് വിമർശിക്കുകയായിരുന്നു, എല്ലാ പാർട്ടിയിലെയും അഴിമതിക്കാരെ. പക്ഷേ ആ പാർട്ടികളൊക്കെ ആയിട്ട് അദ്ദേഹം സഖ്യമുണ്ടാക്കി. അപ്പം പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഒരുപാട് സമ്മർദ്ദങ്ങൾ, ആ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അദ്ദേഹം പിന്നെ അഴിമതിക്കാരനായിട്ട് മാറുകയായിരുന്നു. ഡൽഹി കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായിരുന്നു. ആഡംബര ജീവിതം, അദ്ദേഹം ലളിത ജീവിതമാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചത്. അതേപോലെ തന്നെ എന്തിനെയാണോ അണ്ണാ ഹസാരെക്ക് എതിർത്തത് അതേ മദ്യം, ആ മദ്യത്തിൻ്റെ പേരിൽ കച്ചവടം നടത്തി അഴിമതി നടത്തിയിട്ടാണ് അദ്ദേഹം പൈസ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി പൈസ ഉണ്ടാക്കിയത്. അവസാനം ജയിലിൽ കിടക്കേണ്ടി വന്നു ഈ പാർട്ടിക്കാർക്കൊക്കെ. അപ്പം ഇതാണ് ഡൽഹിയിൽ സംഭവിച്ചത്. അപ്പം ഈ പുതിയ പാർട്ടിക്കും എന്ത് സംഭവിക്കും എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നമുക്കറിയാം ഒരുപാട് മൂവ്മെൻറ്റ്സ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ മൂവ്മെൻറ്റ്സൊക്കെ തന്നെ പെട്ടെന്ന് ആളുകളെ ആകർഷിക്കും, പക്ഷെ പതുക്കെ തന്നെ അത് ബാഷ്പീകരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഒരുപാട് മൂവ്മെൻറ്റ്സ്, കർഷകരുടെ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു, അതേപോലെയുള്ള നിരവധി, ചിലത് വർഗീയമായ അജണ്ടയോട് കൂടിയുള്ളതായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മൂവ്മെൻറ്റ്സ് നടന്നിട്ടുണ്ട്. ആ മൂവ്മെൻറ്റ്സൊക്കെ തന്നെ പെട്ടെന്ന് ഇല്ലാതാകും. ഏറ്റവും അധികം ഇപ്പോൾ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 2015 ഗുജറാത്തിൽ നടന്ന ഒരു ശ്രമമാണ്. അതായത് ഗുജറാത്തിൽ പട്ടേൽ സമുദായക്കാർ എന്ന് പറയുമ്പോൾ ഗുജറാത്തിലെ എല്ലാ മേഖലയിലും വളരെ സ്വാധീനം ചെലുത്തുന്ന ആളുകളാണ്. അവർ പൊതുവെ കൂടുതൽ പേരും BJPക്കാരാണ്, പക്ഷേ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകളുമുണ്ട്. പക്ഷെ അവരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത്, ആ പട്ടേൽ സമുദായത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നത്, തങ്ങൾ സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ആളുകളാണെങ്കിലും തങ്ങൾ വിദ്യാഭ്യാസപരമായിട്ട് തങ്ങൾക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല, ജോലികളിൽ തങ്ങളെ ആളുകളില്ല, അതുകൊണ്ട് തങ്ങൾക്ക് സംവരണം വേണം, തങ്ങളെ പിന്നോക്ക പട്ടികയിൽ, മറ്റു പിന്നോക്കക്കാരുടെ പട്ടികയിൽപ്പെടുത്തണം, OBC പട്ടികയിൽപ്പെടുത്തണം എന്നുള്ളതായിരുന്നു ആവശ്യം. അപ്പം ഇതൊരു വൈകാരികമായ ആവശ്യമായതുകൊണ്ട്, കാരണം അതിനകത്ത് ചരിത്രപരമായിട്ട് നോക്കിയിട്ടോ സാമൂഹ്യപരമായിട്ട് നോക്കിയിട്ടോ സ്ഥിതിവിവര കണക്കുകളുടെ അടിസ്ഥാനം നോക്കിയിട്ടോ ശരിയോ തെറ്റോ അല്ല ആളുകൾ നിർണ്ണയിക്കുന്നത് പെട്ടെന്ന് തങ്ങളുടെ കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റി കുറേ നേട്ടങ്ങൾ വേണം, അതിനെടുത്ത് പറയാൻ ചില ഉദാഹരണങ്ങൾ അവർക്ക് കാണുമായിരിക്കാം. അപ്പം അങ്ങനെ ഒരു വലിയൊരു സമരം നടക്കുന്നു. ആ സമരം എന്ന് പറയുന്നത് BJP സർക്കാരിനെതിരായിട്ടുള്ള സമരമായിരുന്നു. കാരണം ഗുജറാത്ത് എന്ന് പറയുന്നത് BJPയുടെ ഒരു റോൾ മോഡലായിട്ട് BJP കൊണ്ടുവരുന്നതാണ്. ദേശീയ തലത്തിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് വന്നേ ഉള്ളൂ, മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞ് പ്രധാനമന്ത്രിയായിട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ ആ ഗുജറാത്തിലാണ് പുതിയ മുഖ്യമന്ത്രി, ഗുജറാത്തിലെ നരേന്ദ്രമോദി ശേഷം ആനന്ദിബെൻ പട്ടേലുണ്ട്. വലിയ സമരം നടക്കുകയാണ്. ആ സമരം എന്ന് പറയുന്നത് ആരൊക്കെയാണോ BJPയെ സപ്പോർട്ട് ചെയ്തത് അതേ ആളുകൾ തന്നെ. വലിയ സമരം എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളിലും നഗരങ്ങളിലൊക്കെ തന്നെ അത് വലിയ സമരമായിട്ട് മാറുന്നു.
അപ്പം BJP സർക്കാരിനെ പിടിച്ചു കുലുക്കി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പക്ഷേ എന്ത് സംഭവിച്ചു അവസാനം? ആ സമരം ഒടുവിൽ കെട്ടടങ്ങി, ചില ഒത്തുതീർപ്പുകളൊക്കെ ഉണ്ടായി, എല്ലാം സമരം കെട്ടടങ്ങി. ഈ സമരത്തിന് ശേഷം സമരത്തിന് നേതാക്കൾ എന്താ ചെയ്തത്? സമരത്തിന് ഏറ്റവും വലിയ നേതാവ് എന്ന് പറയുന്നത് ചെറുപ്പക്കാരൻ, 22 വയസ്സ് മാത്രം പ്രായമുള്ള ഹാർദിക് പട്ടേൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ആ സമരത്തിൻ്റെ നേതാവായിട്ട്. ഇപ്പം നമ്മൾ അഭിജിത്ത് ദീപ്കെ, സൗരഭ് ദാസ് എന്നൊക്കെ പറയുന്ന പോലെ ഹാർദിക് പട്ടേൽ, അതേപോലെ തന്നെ ജിഗ്നേഷ് മേവാനി തുടങ്ങിയ വേറെ ചില ആളുകൾ, അവർ മറ്റ് ചില സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അവർ ഈ സമരത്തിൻ്റെ ഭാഗമായിരുന്നില്ല. അങ്ങനെ ചില നേതാക്കളും ഒക്കെ ഉയർന്നു വന്നു ആ സമയത്ത്. ഇതിൽ ഈ പറയുന്ന ഹാർദിക് പട്ടേൽ അവസാനം കോൺഗ്രസ്സിലാണ് എത്തിയത്. അദ്ദേഹം 5 വർഷം ഒരു ടേമിൽ, അദ്ദേഹം 2017 മുതൽ 2022 വരെ കോൺഗ്രസിൻ്റെ MLAയുമായിരുന്നു. പിന്നെ എന്താ സംഭവിച്ചത്? ഈ ഹാർദിക് പട്ടേൽ പതുക്കെ BJP പാളയത്തിലെത്തി. അപ്പോൾ ആർക്കെതിരായിട്ടാണോ അവരെന്ന് സമരം ചെയ്തത്, ആ പാളയത്തിലേക്ക് ഹാർദിക് പട്ടേൽ എത്തുകയാണ്. അപ്പോൾ ഇതേ ചോദ്യമാണ് ഇപ്പോൾ നമ്മുടെ അഭിജിത്ത് ദീപ്കയുടെ കാര്യത്തിലൊക്കെ ചോദിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം BJPയും കേന്ദ്ര സർക്കാരും ഒക്കെ തന്നെ വളരെ വിമർശനാത്മകമായ രീതിയിലാണ് ഈ സമരത്തെ കാണുന്നത്. അപ്പം അവർ പുറത്ത് സമരത്തോട് വിദ്യാർത്ഥികൾ ഞങ്ങൾക്ക് ഐക്യദാർഢ്യമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും BJP പറയുന്നത് ഇത് വിദേശ ശക്തികളുടെ പിന്തുണയോടുകൂടിയുള്ള സമരമാണ്. കാരണം ഇത്ര ഒരു സമരം നടത്താൻ സാധാരണ ഒരാൾക്ക് പറ്റില്ല, ഒരു വ്യക്തിക്കോ ഏതാനും പാർട്ടികൾക്കോ ഒന്നും പറ്റില്ല. കാരണം വിവിധ പാർട്ടികളുടെ ആളുകളെയൊക്കെ തന്നെ മൊബിലൈസ് ചെയ്യുന്നു, 3000-ഓളം ഗുണ്ടകളെ തന്നെ രംഗത്തിറക്കുന്നു, ഏറ്റവും നല്ല ഭക്ഷണങ്ങൾ കൊടുക്കുന്നു, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് തന്നെ ഇവിടെ ഭക്ഷണം എത്തിക്കുന്നു, കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു, ഇന്ത്യയിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വിമാനത്തിൽ എത്തിക്കുന്നു, ഒരേ രീതിയിലുള്ള ക്യാമ്പയിനുകൾ നടത്തുന്നു. അപ്പോൾ വളരെ ആസൂത്രിതമായിട്ട് ഏതോ ബുദ്ധി കേന്ദ്രത്തിൽ നിന്ന്, വളരെ നെറ്റ്വർക്കുള്ള ബുദ്ധി കേന്ദ്രത്തിൽ നിന്ന്, അപ്പോൾ അത് വിദേശത്തു നിന്നാണെന്ന് ഉറപ്പാണ്. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളും കണക്കുകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ BJP വിമർശിക്കുമ്പോഴും ഇതിലെ നേതാക്കന്മാരെ പതുക്കെ BJPയിലേക്ക് ആകർഷിക്കാൻ പറ്റുമോ എന്ന് അവർ നോക്കിക്കൂടായികയില്ല. പ്രത്യേകിച്ച് അഭിജിത്ത് ദീപ്കെ, അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ വലിയ ആരോപണമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അമിത് തിവാരി എന്ന് പറയുന്ന വിവരാവകാശ പ്രവർത്തകൻ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. കാരണം ഇദ്ദേഹത്തിന് അച്ഛൻ മഹാരാഷ്ട്ര NMDCയിൽ ഒരു ജൂനിയർ എഞ്ചിനീയർ മാത്രമായിരുന്നു. ഏതാണ്ട് 50,000-60,000 രൂപ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ശമ്പളം. അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കാൻ പറ്റുന്ന രീതിയിൽ ബോസ്റ്റണിൽ അയച്ച് മകനെ പഠിപ്പിക്കാൻ, അങ്ങനെ സ്കോളർഷിപ്പോടുകൂടിയൊന്നും അല്ല പഠിച്ചത്. അപ്പോൾ ഈ ലക്ഷക്കണക്കിന് രൂപ എവിടുന്ന് കിട്ടി എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പല വിമർശനങ്ങളും വരുന്നുണ്ട് ഈ ആളുകളെക്കുറിച്ച്. പക്ഷേ ഇതൊക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഈ ഹാർദിക് പട്ടേലിൻ്റെ മാതൃകയിൽ ഇവരൊക്കെ തന്നെ ചില നേതാക്കന്മാരൊക്കെ BJPയിൽ ചേരുമോ എന്ന ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അതേപോലെ മറ്റൊരു ചോദ്യം, എന്തുകൊണ്ടാണ് ഇതേപോലെ, കാരണം ഒരു സമരത്തിലെ അല്ലെങ്കിൽ ഒരു പരീക്ഷയിലെ ക്രമക്കേടിനെതിരെയാണ് സമരം നടന്നിരിക്കുന്നത്. ഇപ്പം ജാർഖണ്ഡിൽ PGക്ക് ഡിഗ്രിക്ക് 299, 300-ൽ 299 മാർക്ക് കിട്ടിയ ആൾ തനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ അവിടെ വിദ്യാർത്ഥികൾ വലിയ സമരത്തിലാണ് ജാർഖണ്ഡിൽ. ഈ പറയുന്ന പോലെ ബർഗർ ഒന്നും കഴിച്ചിട്ടല്ല അവർ ഭക്ഷണം കഴിക്കുന്നത്, സാധാരണ ഭക്ഷണം, അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല. പക്ഷെ നല്ല ശക്തമായ സമരം, അവിടെ ഈ നേതാക്കന്മാരാരും പോകുന്നില്ല എന്നുള്ളൊരു ആരോപണമുണ്ട്. അതേപോലെ തന്നെ ചണ്ഡീഗറിൽ സമരം നടക്കുന്നു, പഞ്ചാബിൽ സമരം നടക്കുന്നു, ജാർഖണ്ഡിൽ സമരം നടക്കുന്നു. അപ്പം എന്തുകൊണ്ട് അവർ പോകുന്നില്ല? പക്ഷേ ഇവർക്ക് വേണമെങ്കിൽ ഇതിനൊരു ഓൾ ഇന്ത്യ നെറ്റ്വർക്കാക്കി മാറ്റിക്കൂടെ? അല്ലെങ്കിൽ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയായി മാറി അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൂടെ? അപ്പോൾ ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റിനെ കുറിച്ച് വരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ പല മൂവ്മെൻറ്റും നേരത്തെ സൂചിപ്പിച്ച പോലെ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ JP മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ആ മൂവ്മെൻറ്റിലെ ആളുകളൊക്കെ തന്നെ പിന്നീട് ഓരോ രാഷ്ട്രീയ പാർട്ടിയിൽ പോകാതെ ചെയ്ത് അവ ഏറ്റവും വലിയ അഴിമതിക്കാരായിട്ട് മാറിയ ആളുകളുണ്ട്. നമുക്കറിയാം, ലാലു പ്രസാദ് യാദവ് JP മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ നേതാവായിരുന്നു. അദ്ദേഹവും പിന്നെ കാലിത്തീറ്റ കുംഭകോണം ഉൾപ്പെടെയുള്ള കേസുകളൊക്കെ, അഴിമതി കേസുകളൊക്കെ പെട്ട ആളാണ്. അപ്പോൾ അങ്ങനെയൊരു രൂപഭരണവും സംഭവിക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും ഈ കോക്രോച്ച് പാർട്ടിക്ക്, ഈ കോക്രോച്ച് മൂവ്മെൻറ്റിന് എന്ത് സംഭവിക്കും? ഇന്ത്യയുടെ രാഷ്ട്രീയ നിലപാടുകളിലേക്ക്, അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് ഇവരും പതുക്കെ തന്നെ മാറി. അതായത് ഭരണാധികാരികളെ, കുറേ ആളുകളെ ഇറക്കി, മാസ് മൂവ്മെൻറ്റ് ഇറക്കി മാറ്റാൻ അവർക്ക് പറ്റില്ല. ചിലപ്പോൾ ഒരു മന്ത്രിയെ മാറ്റാൻ പറ്റും, പക്ഷേ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയൊന്നും അവർക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ പതുക്കെ അവരും ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടോ അല്ലെങ്കിൽ വ്യക്തികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പോയിട്ടോ നിലവിലുള്ളൊരു സംവിധാനത്തിലേക്ക് ഇവർ മാറും എന്ന് തന്നെയാണ് പൊതുവെ എല്ലാവരും കരുതുന്നത്.